യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 51 അധ്യായം 1 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ ബാബേലിന്റെ നേരെയും എൻ്റെ എതിരാളികളുടെ ഹൃദയത്തിന്റെ നേരെയും സംഹാരകന്റെ മനസ്സ് ഉണർത്തും. പാറ്റുന്നവരെ ഞാൻ ബാബേലിലേക്ക് അയക്കും. അവർ അതിനെ പാറ്റി ദേശത്തെ ശൂന്യമാക്കും. അനർത്ഥ ദിവസത്തിൽ അവർ അതിനെ നാലുപുറവും വളയും. വില്ലാളി വില്ല് കുലയ്ക്കാതിരിക്കട്ടെ, അവൻ കവചം ധരിച്ച് നിവർന്നു നിൽക്കാതിരിക്കട്ടെ. അതിലെ യൗവനക്കാരെ ആദരിക്കാതെ സർവ്വ സൈന്യത്തെയും നിർമൂലമാക്കിക്കളവിൻ. അങ്ങനെ കൽദേരുടെ ദേശത്ത് നിഹതന്മാരും അതിൻ്റെ വീഥികളിൽ കുത്തിത്തുളയ്ക്കപ്പെട്ടവരും വീഴും. ഇസ്രായേലിൻ്റെയും യഹൂദയുടെയും ദേശങ്ങൾ ഇസ്രായേലിൻ്റെ പരിശുദ്ധനോടുള്ള അകൃത്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എങ്കിലും സൈന്യങ്ങളുടെ യഹോവയായ അവയുടെ ദൈവം അവയെ വിധവമാരായി വിട്ടിട്ടില്ല. ബാബേലിന്റെ നടുവിൽ നിന്ന് ഓടി ഓരോരുത്തൻ താന്താന്റെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ അതിൻ്റെ അകൃത്യത്തിൽ നശിച്ചു പോകരുത്. ഇത് യഹോവയുടെ പ്രതികാരകാലമല്ലോ. അതിൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവൻ അതിനോട് പകരം ചെയ്യും. ബാബേൽ യഹോവയുടെ കയ്യിൽ സർവഭൂമിയെയും ലഹരി പിടിപ്പിക്കുന്ന പൊൻ പാനപാത്രമായിരുന്നു. ജാതികൾ അതിലെ വീഞ്ഞു കുടിച്ചിട്ട് അവർക്ക് ഭ്രാന്ത് പിടിച്ചു. പെട്ടെന്ന് ബാബേൽ വീണ് തകർന്നുപോയി. അതിനെക്കുറിച്ച് മുറയിടുവിൻ. അതിൻ്റെ വേദനയ്ക്ക് തൈലം കൊണ്ടുവരുവിൻ. പക്ഷെ അതിന് സൗഖ്യം വരും. ഞങ്ങൾ ബാബേലിനെ ചികിത്സ ചെയ്തു, എങ്കിലും സൗഖ്യം വന്നില്ല. അതിനെ ഉപേക്ഷിച്ചു കളവിൻ. നാം ഓരോരുത്തരും നമ്മുടെ സ്വദേശത്തേക്ക് പോകാം. അതിൻ്റെ ശിക്ഷാവിധി സ്വർഗത്തോളം എത്തി ആകാശത്തോളം പൊങ്ങിയിരിക്കുന്നു. യഹോവ നമ്മുടെ നീതി വെളിപ്പെടുത്തിയിരിക്കുന്നു. വരുവിൻ, നമ്മുടെ ദൈവമായ യഹോവയുടെ പ്രവൃത്തിയെ സിയോനിൽ പ്രസ്താവിക്കുക. അമ്പ് മിനുക്കുവിൻ, പരിച ധരിപ്പിൻ. യഹോവ മേദ്യ രാജാക്കന്മാരുടെ മനസ്സ് ഉണർത്തിയിരിക്കുന്നു. ബാബേലിനെ നശിപ്പിപ്പാൻ തക്കവണ്ണം അവന്റെ നിരൂപണം അതിന് വിരോധമായിരിക്കുന്നു. ഇത് യഹോവയുടെ പ്രതികാരം, തൻ്റെ മന്ദിരത്തിനു വേണ്ടിയുള്ള പ്രതികാരം തന്നെ. ബാബേലിന്റെ മതിലുകൾക്ക് നേരെ കൊടി ഉയർത്തുവിൻ. കാവൽ ഉറപ്പിപ്പിൻ. കാവൽക്കാരെ നിർത്തുവിൻ. പതിയിരിപ്പുകാരെ ഒരുക്കുവിൻ. യഹോവ ബാബേൽ നിവാസികളെ കുറിച്ച് അരുളി ചെയ്തത് നിർണയിച്ചും അനുഷ്ഠിച്ചുമിരിക്കുന്നു. വലിയ വെള്ളങ്ങൾക്കരികെ വസിക്കുന്നവളായി വളരെ നിക്ഷേപങ്ങൾ ഉള്ളവളെ, നിന്റെ അവസാനം നിന്നെ ഛേദിച്ചു കളവാനുള്ള അവധി വന്നിരിക്കുന്നു. ഞാൻ നിശ്ചയമായിട്ട് വിട്ടിലുകളെ കൊണ്ടെന്ന പോലെ മനുഷ്യരെ കൊണ്ട് നിന്നെ നിറയ്ക്കും. അവർ നിന്റെ നേരെ ആർപ്പിടുമെന്ന് സൈന്യങ്ങളുടെ യഹോവ തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു. അവൻ തന്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു. തന്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു. തന്റെ വിവേകത്താൽ ആകാശത്തെ വിരിച്ചു. അവൻ തന്റെ നാദം പുറപ്പെടുവിക്കുമ്പോൾ ആകാശത്ത് വെള്ളത്തിന്റെ മുഴക്കമുണ്ടാകുന്നു. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവൻ ആവി കയറ്റുന്നു. മഴയ്ക്ക് മിന്നലുണ്ടാക്കി തൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു. ഏതു മനുഷ്യനും മൃഗപ്രായനും പരിജ്ഞാനമില്ലാത്തവനുമാകുന്നു. തട്ടാന്മാരൊക്കെയും വിഗ്രഹം നിമിത്തം ലജ്ജിച്ചു പോകുന്നു. അവർ വാർത്തുണ്ടാക്കിയ ബിംബം വ്യാജമത്രേ. അവയിൽ ശ്വാസവുമില്ല. അവ മായയും വ്യർത്ഥപ്രവൃത്തിയും തന്നെ. സന്ദർശനകാലത്ത് അവ നശിച്ചു പോകും. യാക്കോബിന്റെ ഓഹരിയായവൻ ഇവയെപ്പോലെയല്ല. അവൻ സർവത്തെയും നിർമ്മിച്ചവൻ. ഇസ്രായേൽ അവന്റെ അവകാശ ഗോത്രം. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. നീ എൻ്റെ വെൺമഴുവും യുദ്ധത്തിനുള്ള ആയുധങ്ങളുമാകുന്നു. ഞാൻ നിന്നെക്കൊണ്ട് ജാതികളെ തകർക്കുകയും നിന്നെക്കൊണ്ട് രാജ്യങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. നിന്നെക്കൊണ്ട് ഞാൻ കുതിരയെയും അതിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നവനെയും തകർക്കും. നിന്നെക്കൊണ്ട് ഞാൻ രഥത്തെയും അതിലിരിക്കുന്നവനെയും തകർക്കും. നിന്നെക്കൊണ്ട് ഞാൻ പുരുഷനെയും സ്ത്രീയെയും തകർക്കും. നിന്നെക്കൊണ്ട് ഞാൻ വൃദ്ധനെയും ബാലനെയും തകർക്കും. നിന്നെക്കൊണ്ട് ഞാൻ യുവാവിനെയും യുവതിയെയും തകർക്കും. നിന്നെക്കൊണ്ട് ഞാൻ ഇടയനെയും ആട്ടിൻകൂട്ടത്തെയും തകർക്കും. നിന്നെക്കൊണ്ട് ഞാൻ കൃഷിക്കാരനെയും അവൻ്റെ ഏറുകാളയെയും തകർക്കും. നിന്നെക്കൊണ്ട് ഞാൻ ദേശാധിപതികളെയും സ്ഥാനാപതികളെയും തകർക്കും. നിങ്ങൾ കാണുക, ഞാൻ ബാബേലിനും സകല കൽദേ നിവാസികൾക്കും അവർ സിയോനിൽ ചെയ്തിരിക്കുന്ന സകല ദോഷത്തിനും തക്കവണ്ണം പകരം വീട്ടുമെന്ന് യഹോവയുടെ അരുളപ്പാട്. സകല ഭൂമിയെയും നശിപ്പിക്കുന്ന വിനാശക പർവ്വതമേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്റെ മേൽ കൈനീട്ടി
നിന്നെ പാറകളിൽ നിന്ന് ഉരുട്ടി ദഹനപർവ്വതമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്നിൽ നിന്ന് അവർ മൂലക്കല്ലായിട്ടോ അടിസ്ഥാന കല്ലായിട്ടോ ഒരു കല്ലും എടുക്കാതെ വണ്ണം നീ നിത്യശൂന്യമായി ഭവിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ദേശത്ത് ഒരു കൊടി ഉയർത്തുവിൻ, ജാതികളുടെ ഇടയിൽ കാഹളം ഊതുവിൻ, ജാതികളെ അതിൻ്റെ നേരെ സംസ്കരിപ്പിൻ. അരാരത്ത്, മിന്നി, അസ്കനാസ് എന്നീ രാജ്യങ്ങളെ അതിന് വിരോധമായി വിളിച്ചുകൂട്ടുവിൻ. അതിനെതിരെ ഒരു സേനാപതിയെ നിയമിപ്പിൻ. പരുവരുത്ത വിട്ടിലുകളെ പോലെ കുതിരകളെ പുറപ്പെടുമാറാക്കുവിൻ. മേദ്യരുടെ രാജാക്കന്മാരും ദേശാധിപതിമാരും സകല സ്ഥാനാപതിമാരും അവന്റെ ആധിപത്യത്തിൽ ഉൾപ്പെട്ട സകല ദേശക്കാരുമായ ജാതികളെ അതിന് വിരോധമായി സംസ്കരിപ്പിൻ. ബാബേൽ ദേശത്തെ നിവാസികളില്ലാതെ ശൂന്യമാക്കേണ്ടതിന് ബാബേലിനെ കുറിച്ചുള്ള യഹോവയുടെ നിരൂപണങ്ങൾ നിവൃത്തിയായി വരുന്നതുകൊണ്ട് ദേശം നടുങ്ങി സങ്കടപ്പെടുന്നു. ബാബേലിലെ വീരന്മാർ യുദ്ധം മതിയാക്കി കോട്ടകളിൽ ഇരിക്കുന്നു. അവരുടെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു. അവർ സ്ത്രീകളെ പോലെ ആയിരിക്കുന്നു. അതിലെ വീടുകൾക്ക് തീ വെച്ചു കളഞ്ഞു. അതിൻ്റെ ഓടാമ്പലുകൾ തകർന്നിരിക്കുന്നു. പട്ടണം നാലുപുറവും പിടിപെട്ടുപോയി. കടവുകൾ ശത്രുവശമായി. കളങ്ങൾ തീ പിടിച്ച് ദഹിച്ചിരിക്കുന്നു. യോദ്ധാക്കൾ ഭയപരവശരായിരിക്കുന്നു എന്നിങ്ങനെ ബാബേൽ രാജാവിനോട് അറിയിക്കേണ്ടതിന് ഓട്ടാളൻ ഓട്ടാളനും ദൂതൻ ദൂതനുമെതിരെ ഓടുന്നു.